നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാളവ്യ യോഗം ചെയ്ത് ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുധശുക്ര യോഗമാണ്. അതിനോടൊപ്പം തന്നെ ശനി ചന്ദ്രലഗ്നത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശനിയുടേത് ഒരു പ്രശ്നമുണ്ട്. രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥയുണ്ട്. മാത്രമല്ല വ്യാഴപ്പഴവുമുണ്ട്. അത് കാരണം കൊണ്ട് കുറേ ഗുണങ്ങളുണ്ടെങ്കിലും പരിപൂർണമായിട്ട് അത് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തടസ്സമാണ് ഇപ്പോൾ കാണുന്നത്. 14-ാം തീയതി വരെ ശത്രു സ്ഥാനാധിപതി 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ വർദ്ധിക്കാനും നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ 7-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നതെങ്കിലും 7-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ സമയത്തുള്ളത്. അത് മാത്രമല്ല, ലഗ്നാൽ 7-ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളത് കാരണം ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളല്ലേ, ഭർത്താവിന് എന്തെങ്കിലും രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ശുക്രന് മന്ദയോഗം. അപ്പോൾ ശുക്രന് ശനിയുടെ യോഗം വരുമ്പോൾ അതൊരു സന്യാസ യോഗം പോലെയാണ്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മാളവ്യയോഗം ഉള്ള കാരണം കൊണ്ടല്ല, ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. നീചഭംഗ ചക്രവർത്തിയൊക്കെ ഉള്ളത് കാരണം കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ചയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനും യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ 5-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സ്ഥാനമായിരിക്കുന്ന 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ടെൻഷൻ, പിരിമുറുക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയാണ്. കാരണം 4-ാം ഭാവത്തിലേക്ക് ഈ 15-ാം തീയതിക്ക് ശേഷം വ്യാഴം മാറും. അപ്പോൾ 4-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിക്കഴിയുമ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തൊഴിലുമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ ആഗ്രഹിക്കുന്ന രീതിക്ക് പ്രതികൂലമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് കാരണം നാട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അതുപോലെ മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്ന മാളവ്യയോഗം ചെയ്തിട്ടായത് കാരണം കൊണ്ട് അന്യദേശത്തു നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിലേക്ക് ഈ വ്യാഴം വരുമ്പോൾ വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടങ്ങി വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ളൊരു യോഗമുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന 7ര ശനിയാണ്. അപ്പോൾ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ, ഭൂമി വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ധനം ചെലവഴിച്ചാൽ അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വരാതിരിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. കാരണം ലോണൊക്കെ എടുത്തിട്ട് വീട് വയ്ക്കുക, ഭൂമി വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് വിനിയോഗിച്ച് ലോണൊക്കെ എടുത്തിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരുമെങ്കിലും ഇത് ഭാവിയിൽ നമുക്ക് ഗുണപ്രദമായി വരാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു. 19-ാം തീയതി വരെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇടയ്ക്ക് തലവേദന പോലെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിരാശ, അലസത ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിലൊരു പ്രവണതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.